ശ്രീരേഖ രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞു എന്ന് കേട്ടതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും അതാത് രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് സോപ്പും ഷാമ്പുവും കേട്ടോ തലയിലും. അപ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ കൊഴിച്ചിലൊക്കെ മാറും. കെമിക്കലായിട്ടുള്ളതൊന്നും നമുക്ക് ഉപയോഗിക്കില്ല കേട്ടോ. നമുക്ക് ഈ സാധാരണ നെല്ലിപ്പൊടി പിന്നെ മൈലാഞ്ചിപ്പൊടി ഇതെല്ലാം അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇരട്ടി മധുരം അങ്ങനെ ഓരോന്നുണ്ടല്ലോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ അതെല്ലാം ശരിയാവും കേട്ടോ. പിന്നെ നമുക്ക് ഈ ഷാമ്പൂവിന് ഉപയോഗമായിട്ടുള്ള ചെളി കളയാനും സിൽക്കി ആവാനൊക്കെ നമുക്ക് ഈ ടിപ്സ് പോരെ, നമ്മുടെ ടിപ്സ് മതിയല്ലോ കേട്ടോ. അപ്പോൾ ഏത് ഇതിലും നെല്ലിക്കപ്പൊടി നല്ലതാണ്. മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാകും. മുടി ദിവസേന വളരുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഒരാഴ്ച കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരാഴ്ച കൊണ്ട് മുടി കൊഴിച്ചിൽ കുറഞ്ഞവരുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഉറപ്പ് പറയുന്നത്. അപ്പൊ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇന്നിപ്പോ ഞാൻ അറിയാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. നമ്മുടെ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് ഇത്. നമ്മൾ അരച്ചിട്ട് പേസ്റ്റ് പോലെ ചെമ്പരത്തിപ്പൂ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു 5 ml ഒലിവ് ഓയിൽ ഒഴിക്കാം. 5 ml ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് സ്കാൽപ്പിലും മുടിയിലും എല്ലാം അട്ടി വരെയും തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. മുടിയുടെ ഏറ്റവും ബെസ്റ്റായ ഒരു ഇതാണ് ഹൈബിസ്കസ് ഓയിൽ ഉണ്ടാക്കുമല്ലോ നമ്മൾ, അതേപോലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ ഈ എണ്ണ കാച്ചിലും ഇതെല്ലാം ഈ ചെമ്പരത്തിപ്പൂ ഉണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂ പേസ്റ്റ് പോലെ അരച്ചിട്ട് അതിലേക്ക് ഇത്ര 5 ml ഒലിവ് ഓയിൽ ഒഴിക്കുക, തലയിൽ തേക്കുക. അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഡ്രൈനെസ് മാറും, പിന്നെ താരൻ ഉണ്ടാവില്ല, പിന്നെ ചൊറിച്ചിലുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഹെയർ ഫോള് കുറയും, പുതിയ മുടികൾ വരും, തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും. ഇതെല്ലാം ഒലിവ് ഓയിലിൻ്റെ അറിയാലോ ബെസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ കറ്റാർവാഴ പ്ലസ് ഒലിവ് ഓയിൽ തേച്ച പോലെ തന്നെ നമുക്ക് ഇതും തേക്കാം. നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചത്. അത് പേസ്റ്റ് ആക്കി എടുക്കാം ആദ്യം. ഇതാണ് കേട്ടോ ചെമ്പരത്തിപ്പൂ അരച്ചതാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂ അരച്ചിട്ട് ഇതിലേക്ക് വേണം നമ്മൾ 5 ml ഒലിവ് ഓയിൽ ഒഴിക്കാൻ. ഒലിവ് ഓയിൽ കേട്ടോ, ഒലിവ് ഓയിലാണ് 5 ml ഒലിവ് ഓയിൽ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക, നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഈ ഒലിവ് ഓയിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ പേസ്റ്റിൽ നന്നായിട്ട് അലിഞ്ഞു ചേരണം കേട്ടോ. എന്നിട്ട് ഇത് തേക്കാം. ഇത് നല്ല സൂപ്പറാണെന്ന് അറിയാം. നല്ല തണുപ്പായിരിക്കും തലയിൽ, നല്ല തണുപ്പ്. നമ്മളിങ്ങനെ എടുത്തിട്ട് ഓരോ ലെയർ എടുക്കാം. ഓരോ ലെയർ എടുത്തിട്ട് ശരിക്കും തലോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ നീർപ്പിടുത്തം ഇല്ലാത്തവർക്ക് നമുക്ക് ഇത് ഓവർനൈറ്റ് വെക്കാം കേട്ടോ. ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് തന്നാൽ മതി. ഇത് അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് വണ്ണം അരയ്ക്കണം കേട്ടോ. തരിയില്ലാതെ പേസ്റ്റായിട്ട് ലെയറായിട്ട് എടുക്കാം. ലെയറായിട്ട് എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കാം.
കണ്ടോ? ആദ്യം തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കും. തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് നമുക്ക് മുടിയിലും തേച്ച് പിടിപ്പിക്കാം കേട്ടോ. കംപ്ലീറ്റ് മുടിയിലും തേച്ച് പിടിപ്പിക്കുക. മുടിയിൽ അറ്റം വരെ നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. മുടിയുടെ തുമ്പത്തൊക്കെ തേച്ച് പിടിപ്പിക്കും. ഇത് നമുക്കൊരു കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ശരിക്കും ഈ ഹൈബിസ്കസ് പൂവ് അരച്ചിട്ട് ഈ ഒലിവ് ഓയിൽ തേച്ച് പിടിപ്പിച്ച് ഓവർനൈറ്റ്, നീർപ്പിടുത്തമില്ലാത്തവർക്ക് ഓവർനൈറ്റ് വയ്ക്കാം. അല്ലാത്തവർക്ക് തേച്ച് പകൽ സമയം തേച്ചിട്ട് 30 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ ധാരാളം ഉണ്ടാവും കേട്ടോ. നല്ല കളറും കിട്ടും നമുക്ക് മുടിക്ക് കേട്ടോ. ഒലിവ് ഓയിൽ തേച്ചാൽ കൂടുതലും കിട്ടും, കളറും കിട്ടും കൂടുതൽ. മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറും, താരനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. സർക്കിൾ മസാജ് എന്ന് പറയുന്നത് ഇങ്ങനെ 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 മുടി തേച്ചിട്ട് സർക്കിൾ മസാജ്. ഹൈബിസ്കസ് ആയതുകൊണ്ട് ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. കുരുക്കളൊക്കെ ഉണ്ടല്ലോ, കുരുക്കളും അതൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂ. ഇതാണ് ചെമ്പരത്തി. ഇങ്ങനെ 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 തേച്ച് 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 തേച്ച്
ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്കിങ്ങനെ പതുക്കെ 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 ഇങ്ങനെ റൗണ്ട് കണക്ക് ഈ തേച്ചതെല്ലാം നമുക്ക് സ്കാൽപ്പിൽ വരാനും ഉണ്ടാവും. ഇതാകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. നമുക്ക് ഇങ്ങനെ 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 കറക്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ കൂടാതെ ഹൈബിസ്കസിൻ്റെ റിസൾട്ടും പിന്നെ ഈ ഒലിവ് ഓയിൽ അതും കൂടി ആകുമ്പോൾ ഡബിൾ റിസൾട്ടാണ് കേട്ടോ. അപ്പം നല്ല സൂപ്പറാണ് കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്ന് പറയുന്നവർ ഇത് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ തേക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് വരും തലയ്ക്ക് കേട്ടോ. ഇങ്ങനെ തേച്ച് 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 പിടിപ്പിക്കുക. അതുപോലെ മുടി ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. നമ്മൾ മുടി എപ്പോഴും ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വലിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. മുടി അപ്പോൾ നീട്ടം വയ്ക്കും. നമുക്ക് പിന്നെ അപ്ലൈ ചെയ്തിട്ട് മുടി ഇങ്ങനെ തുമ്പ് ഇങ്ങനെ കീഴ്പോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുക ഒരു 5 മിനിറ്റ് കേട്ടോ. അപ്പം മുടിക്ക് നീട്ടം വയ്ക്കും, മുടി വളരുകയും ചെയ്യും കേട്ടോ. അപ്പം ഇത് സൂപ്പർ പാക്കല്ലേ, എനിക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പാക്ക്. അധികം ബുദ്ധിമുട്ടുമില്ല. ചെമ്പരത്തിപ്പൂ എടുക്കാം, 5 ചെമ്പരത്തിപ്പൂ എടുക്കാം, അല്ലെങ്കിൽ റെഡ് ഏത് ചെമ്പരത്തിയാണോ അതെടുക്കാം. എടുത്തിട്ട് അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കാം. പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒലിവ് ഓയിൽ ഒഴിക്കുക, തേക്കുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുക, എല്ലാവരും ഇത് പരീക്ഷിക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് പറയാനുള്ളത്. അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക, ചൂട് മാറ്റുക ശരീരത്തിലുള്ളത് കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക, മുടി കൊഴിച്ചിലെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് കേട്ടോ.